ആക്സിലേറ്റർ എന്താ പറഞ്ഞു? ആക്സിലേറ്റർ പ്ലേ ഉണ്ട് കേട്ടോ. ഓ, അതെന്ത് ചെയ്യണം? ആക്സിലേറ്റർ പ്ലേ ഒന്ന് കുറച്ചാൽ മതി. ആ പമ്പിന്റെ സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റർ ഉണ്ട്. ആ, നമുക്കെന്താ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റൂല. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അതിന് വ്യത്യാസം വരും. നല്ല രീതിയിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നല്ലേ? അവരെ കൊണ്ട് ചെയ്യിച്ചാൽ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ പ്രത്യേകത വലിയ സ്റ്റിയറിംഗ്. ഇത് വലിപ്പം കൂടുതലുണ്ടല്ലേ? ഒന്നുകൂടി സൂപ്പറായിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ കുഴപ്പമില്ല ഞാൻ നോക്കിയിട്ട്. പക്ഷെ ഇതിന്റെ ബ്രേക്ക് ചവിട്ടുമ്പോഴും നമ്മൾ നോക്കി ചവിട്ടിയില്ലെങ്കിൽ ബ്രേക്കിൽ വരുന്ന വണ്ടിക്കാരൻ അത് തട്ടിത്തരും. ഓ, എന്ന് വെച്ചാൽ ബ്രേക്കിൽ കാല് വയ്ക്കാൻ പറ്റില്ല. ബ്രേക്ക് ഇപ്പം എനിക്ക് പരിചയം. പഴയ വണ്ടിക്കെല്ലാം ഇതാണ് പ്രശ്നം. അതുകൊണ്ട് കാല് വയ്ക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. നോക്കി ചവിട്ടിയാൽ മതി. ഓ, എനിക്ക് പക്ഷെ ഇത് ഓടിച്ചോടിച്ച് എനിക്ക് ബ്രേക്ക് നോക്കി പരിചയം. അത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മള് വണ്ടിയുടെ പഴക്കമല്ല, ആ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കണക്കാക്കി ഉള്ളതാണോ എന്ന് നമ്മൾ നോക്കണം. അതെ, നമുക്ക് സിങ്കായി തുടങ്ങി. പോളിഷൊക്കെ ചെയ്താൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നും അതെ കാണാനില്ല. അത് ഈ കട്ടില് ഇതില് കട്ടയിൽ കയറിയിട്ടേ കട്ടയിൽ കയറിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല. പ്രശ്നമില്ലല്ലേ? കാര്യം വെച്ചാലേ ഈ നമ്മളിങ്ങനെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വണ്ടി കുലുങ്ങി തന്നെ നിൽക്കണം. കുലുങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ വണ്ടിക്ക് എവിടെയോ പ്രശ്നം മിസ്സിംഗ് ഉണ്ട്. അത് നമ്മൾ നോക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഈ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കൊണ്ട് വാരിക്കണം. അതായത് ചിലപ്പോൾ ഈ ആക്ഷന് വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടി ഹൈറ്റ് വേരിയേഷൻ വരുമ്പോൾ ആക്ഷന് വ്യത്യാസം വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് നമ്മൾ ചവിട്ടുമ്പോൾ ശരിയായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കിട്ടില്ല. പിന്നെ പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം നോക്കി നമ്മൾ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ലോ ഫ്ലോർ ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഇല്ല, ഞാനത് നേരത്തെ പറഞ്ഞു. നമ്മൾ വണ്ടി ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വണ്ടി കുലുങ്ങി നിൽക്കുന്നുണ്ട്. അതാണ് വേണ്ടതല്ലേ? വണ്ടി ഇതേപോലെ കുലുങ്ങി തന്നെ നിൽക്കണം. അത് കോണോട് കോണാണ് വരുന്നത്. നമ്മള് അതൊരാവശ്യമാണ്. വലത്തോട്ട് ചവിട്ടുമ്പോൾ ഫ്രണ്ട് വലത് സൈഡും ബാക്ക് ഇടത് സൈഡുമാണ് പിടിക്കുന്നത്. ഇടത്തോട്ട് ചവിട്ടുമ്പോൾ ഫ്രണ്ട് ഇടത് സൈഡും ബാക്ക് വലത് സൈഡുമാണ് പിടിക്കുന്നത്. നമുക്ക് ആക്ഷൻ കിട്ടണം. അഡ്ജസ്റ്റ്മെന്റ് ആണ്. സ്റ്റഡിയായിട്ട് നമ്മൾ സ്റ്റഡിയായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സ്റ്റഡിയായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം. ഈസി ആയിട്ട് തേടി കയറി കയറി പോകല്ലേ, കുഴപ്പമില്ല. നോക്കിയോ? ഇത് ഡേഞ്ചറാണ്. അല്ല, ഇതിപ്പോ കുട്ടി കുടിക്കാൻ വേണ്ടിട്ടെ ഫോണൊക്കെ താഴെ കിടക്കാണ്. പരിപാടിയാ. ഇതുപോലെ ചവിട്ടുമ്പോൾ സ്റ്റഡി ആയിട്ട് വണ്ടി നിൽക്കണം. ഓക്കെ കേട്ടോ? അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ല, ഈ സ്റ്റഡി ആയിട്ട് നിന്നില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം വണ്ടിക്ക് എവിടെയോ സസ്പെൻഷന്റെ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ വണ്ടി ഒഴിച്ചിൽ വരണമെങ്കിൽ അത് നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. ഓക്കെ. പെട്ടി വളർത്തുന്ന വേറെ ഒരു കുഴപ്പമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. വിഷയമില്ലല്ലേ? പക്ഷെ ഞാൻ ചെയ്യണ പോലെ ചെയ്തു കളയരുത്. അങ്ങനെയും ആവാന്നല്ലേ? ഇങ്ങനെയും ആവാന്ന്. തേർഡ് ഗിയറിൽ അത്യാവശ്യം വലിയ പണ്ട് കുഴപ്പമൊന്നുമില്ല.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്റ്റിയറിംഗ് ആയിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ തിരിക്കുന്നവരെ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിക്കാൻ പറ്റിയില്ലെന്ന് ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഞാൻ ചെയ്യണതൊക്കെ നിങ്ങൾ ചെയ്തും കളയരുത്. ഏയ് നമ്മളിത് ഒരു എന്താ പറയാ, പിന്നെ ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോ 3 വണ്ടിയാണെങ്കിൽ നിയോ 3ക്ക് ഇവിടെ ഒരു വൈബ്രേഷൻ, ഇതിനതും ഇല്ല. ഒരു അസ്വസ്ഥതയാണ് നിയോ 3. ഓ പക്ഷെ ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം അതും നിയോ 3 ഇതും തമ്മിലുള്ള വ്യത്യാസം. അതിന് ഇവിടെ ഒരു സംഭവം വരുന്നു മാത്രല്ലേ. അവിടെ ഒരു ഗ്ലോ ബോക്സ് വരും. വണ്ടി അപ്പുറത്താണ് ഇടുന്നത് കേട്ടോ. ഓ ആയിക്കോട്ടെ, കുഴപ്പമില്ല കുഴപ്പമില്ല.